നമ്മുടെ സുരേഷ് ഗോപിയുടെ ജയം അത് പുള്ളി അർഹിക്കുന്നത് തന്നെയാണ്. കാരണം പുള്ളിയെ പാർട്ടിപരമായിട്ടാണോ എന്ന് ചോദിച്ചാൽ കൂടുതൽ വോട്ടും കിട്ടിയിരിക്കുന്ന പാർട്ടിപരമായിട്ടല്ല, സുരേഷ് ഗോപി എന്ന വ്യക്തിക്കാണ്. അത് ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു. കാരണം എന്ന് വെച്ചാൽ പുള്ളി ഈ രാഷ്ട്രീയത്തിന് ഇറങ്ങുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു, അതിന് ശേഷവും എങ്ങനെയായിരുന്നു, ഒരുപോലെ തന്നെയാണ്. പുള്ളി മനസ്സറിഞ്ഞ് ചെല്ലുന്നവരെ സഹായിക്കുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ ചില ക്യാരക്ടറുകളുണ്ട്, അത് പുള്ളി എപ്പോഴും അങ്ങനെ തന്നെയാണ്, ആരോടായാലും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. പുള്ളി ഇപ്പോൾ ഞാൻ പല വീഡിയോസിലും എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്, പുള്ളി ചിലരെ എങ്ങനെ വരുമ്പോൾ പിന്നാട്ടെ മാറ്റി നിർത്തുന്നു. അത് പുള്ളിയുടെയൊക്കെ സ്വകാര്യ നിമിഷങ്ങളിലുണ്ട്, അതങ്ങനെ തന്നെയാണ്. പുള്ളി എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്, ഇതിന് മുന്നേ അങ്ങനെ, അത് കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെയാണ്. പിന്നെ പുള്ളി സംഖ്യയാണ്, ഇതാണ് പുള്ളിയുടെ വർത്തമാനം ഇങ്ങനെയാണ്. അതിപ്പോൾ നമ്മൾ ആരായാലും ഒരു പാർട്ടിക്ക് എത്തിറങ്ങും ആ രീതിക്കുള്ള വർത്തമാനം വരും, അത്രയേ ഉള്ളൂ. പിന്നെ പുള്ളി ജയിച്ചത് എന്തുകൊണ്ട് നല്ലത് തന്നെയാണ്. കാരണം വേറൊന്നുമല്ല, പുള്ളിക്ക് ഇപ്പോൾ കേന്ദ്രവുമായിട്ട് അതുപോലെ കണക്ഷൻ, കാരണം പ്രധാനമന്ത്രിയായിട്ട് ഡയറക്റ്റ് കണക്ഷനുള്ള ഒരു വ്യക്തിയാണ് പുള്ളി. ചിലപ്പോൾ അടുത്ത് നല്ലൊരു മന്ത്രിയാകും, ചിലപ്പോൾ കേന്ദ്രമന്ത്രി അതുപോലെ എന്തെങ്കിലും ആകും. കാരണം കേരളത്തിനൊരാവശ്യമുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഇപ്പോൾ നമുക്ക് പ്രധാനമന്ത്രിയായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് എന്താ പറയുക, കേരളത്തിന് എന്തെങ്കിലുമൊക്കെ മാറ്റം വരും പുള്ളി ആയത് കൊണ്ട്, അതെനിക്കുറപ്പ് തോന്നുന്നു. കാരണം പുള്ളി ജയിച്ചതിൽ എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ. തൃശ്ശൂരിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്തായാലും നമ്മുടെ കേരളത്തിൽ നിന്നിപ്പോൾ LDF ഒരു സീറ്റും NDA ഒരു സീറ്റും ബാക്കിയെല്ലാം കോൺഗ്രസ്സിനും അല്ലേ. എന്തായാലും നമ്മുടെ BJP ആദ്യത്തെ ഇത് തുറന്നല്ലോ, എന്തായാലും ഒരു അക്കൗണ്ട് തുറന്നു, നല്ല വിജയമായിരുന്നു, കുഴപ്പമില്ല. അത് പിന്നെ സുരേഷ് ഗോപി ആയതുകൊണ്ടാണ് ജയിച്ചത്. പിന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടല്ലേ തിരുവനന്തപുരത്ത്, പക്ഷെ ലാസ്റ്റിൽ എന്തായാലും തരൂർ തന്നെ ജയിച്ചു. പിന്നെ LDF ഒരു സീറ്റ്, കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, LDF കേന്ദ്രത്തിൽ ഭരണത്തോട് വലിയ താല്പര്യമില്ല, MP യുടെ. അപ്പോൾ അവരതിൻ്റേതായിട്ടുള്ള പ്രവർത്തനമാണ് കൂടുതലും ഇത് ചെയ്തേക്കുന്നത്. കൂടുതലും കോൺഗ്രസ്സിനാണ് എൻ്റെ ഇത് വെച്ചിട്ട് കേന്ദ്രം പിടിക്കണമെന്നുള്ളത്. കാരണം LDF ഇത്ര ജയിച്ചെന്നാൽ ഇത്ര സീറ്റേ വരത്തുള്ളൂ. കാരണം അവർക്ക് അവിടെ വലിയ ഇത് വരത്തില്ല. കാരണം അവിടെ കൂടുതലും ഫൈറ്റ് ചെയ്യുന്നത് BJPയും കോൺഗ്രസ്സുമാണ്. ഇവരുടെ ഏതെങ്കിലും ഒരു സഖ്യത്തിൽ കൂടെ നിൽക്കാനേ LDF പറ്റത്തുള്ളൂ ജയിച്ച്. എന്നാലും പിന്നെ വരുന്നത് നമ്മുടെ കേരളത്തിലെ ഭരണം, അതിനവർ പരിശ്രമിക്കുമെന്ന് പറഞ്ഞാൽ പരിശ്രമിക്കും, അതിനവർ റിസൾട്ട് ഉണ്ടാക്കാൻ നോക്കും. അതായിരിക്കും നമ്മുടെ LDF കോൺഗ്രസ് ഇഞ്ച് പോരാട്ടത്തിൽ. അതിൽ എനിക്ക് തോന്നുന്നു LDF കൊണ്ടുപോകാനാണ് ചാൻസ്. കാരണം സ്റ്റിൽ പല കാര്യങ്ങളുണ്ടായാലും മനസ്സിൽ പലരുടെയും ഉള്ളിൽ കമ്മ്യൂണിസം ഉള്ളത് കൊണ്ട് ജയിക്കുമെന്നാണ് എൻ്റെ ഒരഭിപ്രായം. നമുക്കിനി കാത്തിരുന്ന് കാണാം, കുറച്ച് നാളും കൂടെ അല്ലേ ഉള്ളൂ ഇനി ആ ഒരു ഇലക്ഷനും കൂടെ.